രാജാവിൻ്റെ കൽപ്പന പ്രകാരം നികുതി പിരിവുകാരായ ചില ഉദ്യോഗസ്ഥർ നങ്ങേലിയുടെ വീട്ടിൽ ആ ദിവസമെത്തി. ഗ്രാമം മുഴുവൻ നങ്ങേലിയുടെ വീട്ടിൽ ഒത്തുകൂടി. ആ ഉദ്യോഗസ്ഥർ നങ്ങേലിയോട് ഇപ്രകാരം പറഞ്ഞു: മൂലനികുതി ഇന്ന് തന്നെ അടയ്ക്കണം, അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ക്ഷമാപണവും ഇനി ഉണ്ടാകില്ല. അവരെ നോക്കി നങ്ങേലി ഇപ്രകാരം പറഞ്ഞു. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ഹിന്ദു മുസ്ലിം, ഇന്ത്യ, പാകിസ്ഥാൻ, കാശ്മീർ, കാശ്മീരി പണ്ഡിറ്റ്, മുഗൾ ഔറംഗസേബ് കഥകൾ കേട്ട് ഹിന്ദു മഹാരാജാക്കൾ ഹിന്ദുക്കളോട് തന്നെ ചെയ്ത മഹാ അപരാധങ്ങൾ മറക്കുന്നവരും നഗ്നത മറയ്ക്കാൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് നേടിയ അവകാശം നേടിയെടുത്തിട്ടും അർദ്ധനഗ്നയായി വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നവരെയും ഈ കഥ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീയുടെ സ്തനങ്ങൾ സ്പർശിച്ച് അവയുടെ വലിപ്പവും ഭാരവും അടിസ്ഥാനമാക്കി സ്തന നികുതി നിശ്ചയിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു. വർഷം 1729. മദ്രാസ് പ്രസിഡൻസിയിൽ, അതായത് നമ്മുടെ ഇന്നത്തെ ഈ കേരളം, തിരുവിതാംകൂർ രാജ്യം അന്ന് സ്ഥാപിതമായി. ഒരു സാമ്രാജ്യം രൂപീകൃതമായപ്പോൾ നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം അതിനോടൊപ്പം തന്നെ നിർമ്മിക്കപ്പെട്ടു. നികുതി പിരിക്കുന്നതിനുള്ള ഒരു സംവിധാനവും സൃഷ്ടിച്ചു. ഇന്നത്തെ പോലെ വീട്ടുനികുതി, വിൽപ്പന നികുതി, GST, അങ്ങനെയൊക്കെ മറ്റൊരു നികുതിയും സൃഷ്ടിക്കപ്പെട്ടു: മുലനികുതി. ഈ നികുതി താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക് മാത്രമായിരുന്നു. തിരുവിതാംകൂറിലെ താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക് അരക്കെട്ട് വരെ മാത്രമേ അന്ന് വസ്ത്രം ധരിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഉദ്യോഗസ്ഥർക്കും ഉയർന്ന ജാതിക്കാർക്കും മുന്നിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം അവർക്ക് നെഞ്ചു തുറന്ന് വെക്കേണ്ടി വന്നു. സ്ത്രീകൾക്ക് മാറു മറക്കണമെങ്കിൽ അവർ പകരം സ്തന നികുതി നൽകണമായിരുന്നു. ഇതിലും 2 നിയമങ്ങളുണ്ടായിരുന്നു. ചെറിയ സ്തനങ്ങൾ ഉള്ളവർക്ക് കുറച്ച് നികുതി, വലിയ സ്തനങ്ങൾ ഉള്ളവർക്ക് കൂടുതൽ നികുതി. അവളുടെ സ്തനങ്ങൾ സ്പർശിച്ചും അവയുടെ വലിപ്പവും ഭാരവും നിർണയിച്ചുമാണ് ഉദ്യോഗസ്ഥർ ഇത് നിർണയിച്ചിരുന്നത്. നികുതിക്ക് മൂലക്രം എന്ന് പേരിട്ടു. ജന്മികളുടെ വീടുകളിൽ ജോലി ചെയ്യുമ്പോൾ ദളിത് സ്ത്രീകൾക്ക് മാറു മറയ്ക്കാനോ കുടയുമായി ഇരിക്കാനോ കഴിയില്ലായിരുന്നു. ഈ അശ്ലീല ആചാരം സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും ബാധകമായിരുന്നു. അവർക്ക് തലമറയ്ക്കാൻ അനുവാദമില്ലായിരുന്നു. അരയ്ക്ക് മുകളിൽ വസ്ത്രം ധരിക്കാനും തല ഉയർത്തിപ്പിടിച്ച് നടക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിനായി അവർ പ്രത്യേക നികുതി തന്നെ നൽകേണ്ടി വരും. ഉയർന്ന ജാതിക്കാർ ഒഴികെ മറ്റെല്ലാവർക്കും ഈ സമ്പ്രദായം ബാധകമായിരുന്നു. എന്നാൽ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നതിനാൽ താഴ്ന്ന ജാതികളിലെ ദളിത് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പീഡനം ഇതുമൂലം നേരിടേണ്ടി വന്നത്. അങ്ങനെ ഒരു നാൾ രാജപുരോഹിതൻ്റെ അടുത്ത് ഒരു വാർത്ത എത്തി. പുരോഹിതൻ ഒരു നീണ്ട വടിയും അതിൻ്റെ അറ്റത്ത് ഒരു കത്തിയും കെട്ടിയിരുന്നു. അയാൾ അവളുടെ ബ്ലൗസ് വലിച്ചു കീറുമായിരുന്നു. അയാൾ ആ തുണി മരങ്ങളിൽ തൂക്കിയിടാറുണ്ടായിരുന്നു. ഭാവിയിൽ ആരും ഇങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടരുതെന്ന സന്ദേശം നൽകാനുള്ള ഒരു മാർഗമായിരുന്നു ഇത്. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ചേർത്തല ഗ്രാമത്തിൽ നങ്ങേലി എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആത്മാഭിമാനമുള്ള വിപ്ലവകാരിയായ അവൾ തൻ്റെ സ്ഥാനങ്ങൾ മറയ്ക്കാനും നികുതി അടയ്ക്കാതിരിക്കാനും അവൾ തീരുമാനിച്ചു. നങ്ങേലി സ്വീകരിച്ച ഈ നടപടി ഫ്യൂഡൽ ജനതയുടെ മുഖത്തേറ്റ ആദ്യ അടിയായിരുന്നു. ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോൾ നങ്ങേലിയുടെ ഭർത്താവ് ചിർക്കുണ്ടൻ നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചു. കാര്യം രാജാവിൻ്റെ അടുക്കലെത്തി. രാജാവ് വലിയൊരു സൈന്യത്തെ തന്നെ അങ്ങോട്ടേക്ക് അയച്ചു. രാജാവിൻ്റെ കൽപ്പന പ്രകാരം നികുതി പിരിവുകാരായ ഉദ്യോഗസ്ഥർ നങ്ങേലിയുടെ വീട്ടിലെത്തി. ഗ്രാമം മുഴുവനും അന്ന് അവളുടെ വീട്ടിൽ ഒത്തുകൂടി. ആ ഉദ്യോഗസ്ഥൻ അവളോട് ഇപ്രകാരം പറഞ്ഞു: മൂലനികുതി അടയ്ക്കുക, ഇല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ക്ഷമാപണവും ഇനി ഉണ്ടാവില്ല. നങ്ങേലി പറഞ്ഞു: നിൽക്കൂ, ഞാൻ നികുതി കൊണ്ടുവരാം. നങ്ങേലി തൻ്റെ കുടിലിലേക്ക് പോയി. അവൾ പുറത്തു വന്നപ്പോൾ ആളുകൾ സ്തബ്ധരായി. ഉദ്യോഗസ്ഥരുടെ കണ്ണുകൾ അത്ഭുതത്താൽ തുറന്നിരുന്നു. നങ്ങേലി മുറിഞ്ഞ ഒരു മുലയുമായി ഒരു വാഴയിലയിൽ നിൽക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. തുടർച്ചയായ രക്തസ്രാവം കാരണം നങ്ങേലി നിലത്ത് വീണു. പിന്നീട് ഒരിക്കലും അവൾ എഴുന്നേറ്റില്ല. ഇതിനുശേഷം, അതായത് നങ്ങേലിയുടെ മരണശേഷം, ഭർത്താവ് ചിർക്കുണ്ടനും അവളുടെ ചിതയിൽ ചാടി ജീവൻ വെടിഞ്ഞു. ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു പുരുഷൻ സതിയായ ഒരേ ഒരു സംഭവമാണിത്.
ഈ സംഭവത്തിന് ശേഷം ഒരു കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. അക്രമം ആരംഭിച്ചു. സ്ത്രീകൾ മുഴുവൻ വസ്ത്രങ്ങളും ധരിക്കാൻ തുടങ്ങി. മദ്രാസ് കമ്മീഷണർ തിരുവിതാംകൂർ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. അക്രമം തടയുന്നതിൽ ഞങ്ങൾ പരാജയപ്പെടുന്നു, എന്തെങ്കിലും ഉടനെ ചെയ്യുക എന്ന് പറഞ്ഞു. രാജാവ് പിന്നോട്ട് പോയി. ഈ ജാതികളിലെ സ്ത്രീകൾക്ക് ഇപ്പോൾ നികുതിയില്ലാതെ മേൽവസ്ത്രം ധരിക്കാമെന്ന് അവർക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു. ഈ ദുഷ്പ്രവൃത്തിക്കെതിരെ സംഘടിച്ച ആളുകൾ പിടിക്കപ്പെടുമെന്ന് ഭയന്ന് ശ്രീലങ്കയിലേക്ക് പലായനം ചെയ്തു. അവർ അവിടെയുള്ള തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് ഇടപെടൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. 1859 ബ്രിട്ടീഷ് ഗവർണർ ചാൾസ് ട്രെവെലിയൻ തിരുവിതാംകൂറിൽ ഈ നിയമം നിർത്തലാക്കി. പിന്നീട് ദ്രോഹം വേറൊരു രീതിയിലായി. ഉയർന്ന ജാതിക്കാർ കൊള്ളയടിക്കാൻ തുടങ്ങി. നാടാർ സ്ത്രീകളെ ലക്ഷ്യം വെച്ചായിരുന്നു ആ ആക്രമണങ്ങൾ. അവരുടെ വീടുകളിലെ ധാന്യങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു. 1865 ജനങ്ങൾ വിജയിച്ചു. എല്ലാവർക്കും പൂർണ്ണ വസ്ത്രം ധരിക്കാനുള്ള അവകാശം അവർ നേടിയെടുത്തു. ഈ അവകാശം ഉണ്ടായിരുന്നിട്ടും ദളിതരെ വസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്ത ദുഷ്ടാചാരം പല ഭാഗങ്ങളും തുടർന്നു. 1924 ഈ കളങ്കം പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടു. കാരണം ആ സമയത്ത് രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു. ജാതിഘടന നിലനിർത്തുക എന്നതായിരുന്നു ഈ സ്ഥന നികുതിയുടെ ലക്ഷ്യം. നങ്ങേലിയുടെ സ്മരണയ്ക്കായി ആ സ്ഥലത്തിന് മുലച്ചിപുരം എന്ന് പേരിട്ടു. എന്നാൽ കാലക്രമേണ നങ്ങേലിയുടെ കുടുംബം ഇപ്പോൾ അവിടെ നിന്ന് മാറി താമസിച്ചു. കൂടാതെ ഈ പ്രദേശത്തിൻ്റെ പേരും മനോരമ ജംഗ്ഷൻ എന്നാക്കി മാറ്റി. സാമ്രാജ്യത്വ ശക്തികൾ ആരും മതത്തിനോ ജാതിക്കോ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിനെതിരെയോ ജാതിക്കെതിരെയോ ആയിരുന്നില്ല. അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ വേണ്ടി മാത്രമായിരുന്നു അവർ നിലകൊണ്ടത്.